നല്ല ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ അത് നല്ല തിയേറ്ററിൽ നല്ല ഓളം ഉണ്ടാക്കിയ ഒരു സമയമായിരുന്നു. എല്ലാവരും എണ്ണിട്ടിരുന്നു സർപ്രൈസ് വരുമ്പോൾ. എന്നിട്ട് കണക്ട് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് എവിടെ ചെയ്തു, അത് പോയി കണക്ട് ചെയ്ത സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പടം ഭയങ്കര ഒരു മുത്തശ്ശി കഥ പോലെ, നമ്മൾ ഇങ്ങനെ സ്റ്റോറി ടെല്ലിങ് പറയുന്ന പോലെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ വന്ന കുറേ പടങ്ങളിനെക്കാളും ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് തന്നിട്ടുള്ളത്. 3D തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. 2Dന്ന് 3D ചെയ്യാതെ ഡയറക്റ്റ് 3D ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ടെക്നിക്കലി ഭയങ്കര ഹൈ ക്വാളിറ്റിയാണ്. നല്ല ഒരു വേറൊരു അറ്റംപ്റ്റാണ് ചെയ്തേക്കുന്നത് പുള്ളി. മോഹൻലാലിന് പറ്റത്തുള്ളത്. ഡയറക്ഷൻ വൈസ് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഇത്രയും വർഷത്തിന് ശേഷം മലയാളത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു സംഭവത്തിന് വേണ്ടിയാണ് ലാലേട്ടൻ മുൻകൈ എടുത്തത്. കാരണം സ്റ്റോറി ഒരു അത് വൺലൈൻ പറഞ്ഞു പോകാതെ സാധാരണ നമ്മുടെ ആ കുട്ടിയും ഈ മൂന്നും തമ്മിലുള്ള ഒരു കണക്ഷനുകൾ സ്റ്റോറിയാണ്. അങ്ങനെ തിരക്കഥയ്ക്കകത്ത് അങ്ങനെ സംവിധാനം മികവ് തെളിയിക്കാൻ മാത്രമായിട്ടൊരു സംഭവമില്ല. പക്ഷേ ഈ ഒരു 3D സിനിമ 3D പുതിയ ടെക്നോളജി ഒന്ന് മലയാളത്തിലേക്ക് വീണ്ടും കൊണ്ടുവരിക എന്നുള്ള ഒരു സംഭവം ഏറ്റെടുത്തിട്ട് ലാലേട്ടൻ ചെയ്തതെന്നത്. ഇതേ വഴിക്ക് കൂടുതൽ കുറച്ചുകൂടെ ഗ്രാൻഡ് സ്കെയിലുള്ള ആക്ഷൻ മൂവീസ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇത് കംപ്ലീറ്റ്ലി കുട്ടികളുടെ മനസ്സിൽ കണ്ടിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തത്. ആ തരത്തിൽ നോക്കുന്ന സിനിമ നന്നായിട്ട്. എങ്ങനെയുണ്ട് സിനിമ? ബറോസ് സിനിമ ലാലേട്ടൻ സംവിധാനം ചെയ്ത ബറോസ് സിനിമ സൂപ്പർ സിനിമയാണ്. കുട്ടികളെല്ലാവരും കാണേണ്ട സിനിമയാണ്. ഒന്നും പറയാനില്ല. അതിൽ ലൊക്കേഷൻ ഏരിയ അതുപോലെ തന്നെ അതിൻ്റെ സെറ്റപ്പ് ഹാർഡ് വർക്ക് ചെയ്ത സിനിമയെന്ന് തന്നെ പറയാം. അത്രയും നല്ല സിനിമയാണ്. അതുപോലെ കുട്ടികൾക്ക് എന്തായാലും കാണാനും കാണിച്ചിട്ട് കൊടുത്തേ പറ്റൂ ആ സിനിമ. അതുപോലെ തന്നെ നമുക്കറിയാം ഇത് ലാസ്റ്റ് കണ്ണിന് വെള്ളം തന്നെ വരും. കുട്ടികളെന്തായാലും കരയും ആ സിനിമ കണ്ടാൽ. നമുക്ക് ഒരു ബോറടിയില്ല. തുടക്കത്തിലും ബോറടിയില്ല, ഒടുക്കത്തിലും ബോറടിയില്ല. അത്ര നല്ല സിനിമയാണ് ബറോസ് സിനിമ. ഒന്നും പറയുന്നില്ല. ഇത് നല്ല തിമിർത്ത് ആടും എന്ന് തന്നെ പറയാം. അത്ര സൂപ്പർ ഹിറ്റിലേക്ക് മാറുമെന്ന് പറയും ബറോസ് സിനിമ. ലാലേട്ടൻ ആറാണ്ടിങ്ങെന്ന് തന്നെ പറയും. ഗംഭീര ട്രീറ്റാണ് ലാലേട്ടൻ്റെ. നേരത്തെ ദിവസം മറ്റേ മലക്കാറാണെങ്കിലും മലക്കിൻ്റെ മലക്കാണെങ്കിലും അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഹൈപ്പ് എക്സ്പെക്ടേഷനുള്ള സിനിമയാണ്. ഒരു കുറ്റം പറയാനൊന്നുമില്ല. കുറേ പേര് കുറ്റം പറയാനുണ്ടാവും. പക്ഷേ ഈ സിനിമ നല്ലൊരു എന്താ കുട്ടികൾക്ക് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ ടോമാഞ്ചർ ഗെയിം പോലെ കാണാൻ പറ്റുന്ന ഒരു ഫാൻറ്റസി എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. അത്യാവശ്യം 100 കോടി ക്ലബ്ബ് കയറാൻ പറ്റും. കാരണം ഒരു മേക്കിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും വ്യത്യസ്തമാണ്. പിന്നെ ആൻഡി പെരുമാവിൻ്റെ അഭിനയം പ്രൊഡ്യൂസിങ് എല്ലാം കൂടെ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഇസബെല്ല എന്നൊരു പാട്ടും ഗംഭീരമാണ്. കൊച്ചു നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ഫാൻറ്റസി മോഡിലൊരുക്കുന്ന സിനിമയാണ്. തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് ലാലേട്ടൻ്റെ ഫൈറ്റ് ആണെങ്കിലും അഭിനയമാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഒന്നിനൊന്നും മികച്ചതാണ്.